നമസ്കാരം. ബഹിരാകാശ രംഗത്തെ ചൈനയുടെ കള്ളക്കളികൾക്കെതിരെ ഗുരുതര ആരോപണവുമായി നാസ മേധാവി രംഗത്ത് വന്നിരിക്കുകയാണ്. ചൈനയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി നാസ മേധാവി ബിൽ നെൽസൺ എത്തുന്നത് വെറുതെയല്ല. ബഹിരാകാശ രംഗത്ത് വൻപൻ പദ്ധതികളാണ് ചൈന ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ ഇതിനു പിന്നിൽ വലിയ ചതിക്കുഴികളാണ് ചൈന ഒരുക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ വലിയ ആശങ്ക. ചൈനയുടെ ബഹിരാകാശ ലക്ഷ്യങ്ങളെ സൂക്ഷിക്കണമെന്നാണ് നാസ മേധാവി മുന്നറിയിപ്പ് നൽകുന്നത്. സൈനിക ലക്ഷ്യങ്ങളെ മറച്ചുവെക്കാനായി ഇത്തരം പദ്ധതികളിലൂടെയും മറ്റ് പരീക്ഷണ ദൗത്യങ്ങളിലൂടെയും ചൈന ശ്രമം നടത്തുമെന്ന ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. ബഹിരാകാശ മേഖലയിൽ ആരും ചിന്തിക്കാത്ത പ്ലാനുകളാണ് ചൈന പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. അത് ബഹിരാകാശ രംഗത്തെ നേട്ടം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ളതാണോ അതോ മറ്റെന്തെങ്കിലും അതിന് പിന്നിലുണ്ടോ എന്നുള്ളത് ശക്തമായി ഉയർന്നൊരാശങ്കയാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ ചൈന അസാധാരണമായ മുന്നേറ്റമാണ് ഈ ഒരു ബഹിരാകാശ രംഗത്ത് നടത്തിയിട്ടുള്ളത്. പക്ഷേ അവയിലെല്ലാം വലിയ രീതിയിലുള്ള രഹസ്യ സ്വഭാവമുണ്ട്. അത് തന്നെയാണ് ലോകത്തിന്റെ ആശങ്കയ്ക്കും കാരണം. എന്താണ് ചൈന ആസൂത്രണം ചെയ്തിട്ടുള്ളത്, എന്താണ് ചൈന ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് വലിയൊരു ആശങ്കയാണ് ലോകത്തിന് സമ്മാനിക്കുന്നത്. ചൈനയുടെ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും രഹസ്യാത്മകത നിറഞ്ഞതാണ് എന്നത് അടിവരയിട്ട് പറയണം. സിവിലിയൻ പദ്ധതി എന്ന് വിളിക്കപ്പെടുന്ന പലതും സൈനിക പദ്ധതികളാണെന്നാണ് പുറത്തുവരുന്ന വിവരം. ബഹിരാകാശ മേഖലയിലെ മത്സരം ഇപ്പോൾ വലിയ രീതിയിലാണ്. അമേരിക്കയും ചൈനയും പല വമ്പൻ പദ്ധതികൾക്കും തയ്യാറെടുക്കുന്നുണ്ട്. ഇന്ത്യയും ഉണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് ഞങ്ങളുടെ അധീനതയിലുള്ള പ്രദേശമാണ്, ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല എന്ന് ചൈന അവകാശപ്പെട്ടാലോ എന്നൊരു ആശങ്ക നാസ മേധാവി പങ്കുവെക്കുന്നുണ്ട്. ബഹിരാകാശത്തിനായി പണം വാരിയെറിയുന്നുണ്ട് ഇപ്പോൾ. അപ്പോ ചൈന ഈ ഒരു മേഖലയിൽ കാണിക്കുന്നത് അപ്രാപ്യമായ അല്ലെങ്കിൽ നേരായ മാർഗത്തിലുള്ള കാര്യങ്ങളല്ല എന്നൊരു ആക്ഷേപം ശക്തമായിട്ടും ഉയർത്തുന്നുണ്ട്. ഉപഗ്രഹങ്ങളും ബഹിരാകാശ സേവനങ്ങളും നിഷേധിക്കുവാനോ തടസ്സപ്പെടുത്താനോ നശിപ്പിക്കുവാനോ റഷ്യയും ചൈനയും ബഹിരാകാശ വിരുദ്ധ ആയുധങ്ങൾ രൂപകൽപ്പന ചെയ്യുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് US നേരത്തെയും ആരോപിച്ചിരുന്നു. എന്നാൽ US വളരെ കാലമായി ആവർത്തിച്ച് ദുഷ്പ്രചരണം നടത്തുകയാണ് എന്നും ബഹിരാകാശത്ത് ഭീഷണി എന്ന നിലയിൽ ചൈനയെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുകയാണെന്നാണ്, അമേരിക്കയുടെ തന്ത്രമാണിതെന്നാണ് ചൈന പറയുന്നത്. എന്നാൽ ഇവിടെ ആത്യന്തികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബഹിരാകാശത്ത് US സാങ്കേതിക വിദ്യകളെയും കഴിവുകളെയും ചെറുക്കാൻ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഒരു പരിശ്രമം ഏഷ്യ പസഫിക് മേഖലയിലെ അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തിന് അപകടമാണ് എന്നുള്ളതാണിത്. ബഹിരാകാശ പര്യവേഷണത്തിനും യുദ്ധത്തിനുമുള്ള ശേഷി ചൈന അതിവേഗമാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പിന്നിൽ പല ലക്ഷ്യങ്ങളുമുണ്ട്. ബഹിരാകാശ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സ്വകാര്യ സ്ഥാപനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു നിർണായക ലക്ഷ്യമായി പൊതുവെ അംഗീകരിക്കപ്പെടുന്നുണ്ട്. സൈനിക സിവിലിയൻ ഏകീകരണം ചൈനയുടെ ദേശീയ തന്ത്രമായും കരുതപ്പെടുന്നുണ്ട്. അപ്പോ ബഹിരാകാശ സ്വകാര്യവൽക്കരണം ചൈനയുടെ MCI തന്ത്രം നടപ്പാക്കുന്നതിൽ ഒരു പ്രധാന ഘടകമാണെന്ന ആക്ഷേപം വലിയ രീതിയിലുണ്ട്. ബഹിരാകാശ മേഖലയിലെ സമ്പദ് വ്യവസ്ഥയും പ്രതിരോധവും തമ്മിലുള്ള യോജിപ്പുള്ള ഒരു ബന്ധം സ്വകാര്യ മേഖലയുടെ സജീവ പങ്കാളിത്തത്തെ ആശ്രയിച്ചിരിക്കുന്നു അത്രേ. ബഹിരാകാശ കാര്യങ്ങളിൽ ചൈനയുടെ സൈനിക ആധിപത്യവും സർക്കാർ കുത്തകയും ഉള്ള സവിശേഷതകൾ അവികസിതമായ സ്വകാര്യ ബഹിരാകാശ സംരംഭങ്ങളുടെ വളർച്ചയെ, അതിന്റെ എല്ലാ സാധ്യതയെയും ബാധിക്കുമെന്നും എടുത്തു പറയണം. എന്തായാലും ബഹിരാകാശ മേഖലയിൽ ചൈന പലവിധ തന്ത്രങ്ങൾ മെനയുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക ഉയർത്തുന്ന ഒരു വാദം. ബഹിരാകാശത്തെ പുരോഗമനത്തെ മാത്രമല്ല ചൈന ലക്ഷ്യം വെക്കുന്നത്, മറിച്ച് ലോകത്തിന്റെ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള നീക്കങ്ങൾ ചൈന നടത്തുന്നു എന്നതാണ് പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. അമേരിക്കയെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വമ്പൻ പദ്ധതികൾ അണിയറയിൽ ചൈന ഒരുക്കുന്നുണ്ട്. ലോകത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുക, എല്ലാ രംഗത്തും സമുദ്ര കര എല്ലാ മേഖലയിലെയും ആധിപത്യമാണ് ചൈനയുടെ എക്കാലത്തെയും സ്വപ്നം. അപ്പോ വലിയൊരു മത്സരരംഗമായി മാറിയിരിക്കുന്ന ബഹിരാകാശത്തും ചൈന വമ്പൻ നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ രഹസ്യാത്മകമായ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് ചൈന അവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ചൈനയുടെ നീക്കങ്ങൾ എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അത് തന്നെയാണ് ലോകത്തിന്റെ ആശങ്ക കൂട്ടുന്നത്. കാരണം ലോകത്തെ ഒന്നാകെ കീഴ്പ്പെടുത്തുവാനുള്ള എന്തെങ്കിലും തന്ത്രങ്ങൾ ചൈന മെനയുന്നുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമാണ്. അപ്പോ നാസ മേധാവിയുടെ ഈ മുന്നറിയിപ്പിനെ ലോകം അത്യന്തം ഗൗരവത്തോடு തന്നെയാണ് എടുത്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.